ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ് കേട്ടോ. ഈ ചൂട് കാലത്ത് നോമ്പൊക്കെ ആയി എല്ലാവരും തൊണ്ടൊക്കെ വറ്റിയിരിക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ നോമ്പ് തുറന്ന ടൈം നല്ല ഒരു സ്പെഷ്യൽ ഡ്രിങ്ക്, അത് നമ്മളെ ദാഹയും അതുപോലെ വിശപ്പും ഒരുപോലെ അടക്കുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഡ്രിങ്കിലോട്ടേക്ക് ഞാനൊരു കസ്കസിൻ്റെ പാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലോട്ടേക്ക് 2-3 ടേബിൾ സ്പൂൺ കസ്കസും അതുപോലെ അത് കുതിർക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ടേക്ക് മാറ്റാം. അതുപോലെ ഞാൻ വേറൊരു മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ കുതിരാൻ വേണ്ടി മാറ്റി വെച്ച ഒരു 5 ഈന്തപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ. അത് വെള്ളം എടുക്കുക ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഈ ഡ്രിങ്കിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങിയാലോ. ഈ ഒരു ബൗളിലോട്ടേക്ക് ഞാൻ ആദ്യം തന്നെ 500 ml 2 പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് 1 ലിറ്റർ പാലാണ് ഒഴിക്കുന്നത്. ഈ 1 ലിറ്റർ പാലിലോട്ടേക്ക് ഞാൻ 1 ഗ്ലാസ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ല രീതിക്ക് ഡ്രിങ്ക് നല്ല കൂളായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതല്ലാണ്ട് നിങ്ങൾക്ക് ഐസോ കാര്യങ്ങളോ ചേർക്കണമെങ്കിൽ അത് ചേർക്കാം. ഇതിലോട്ടേക്ക് നമ്മളൊരു പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, ഇതില്ലാണ്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഡ്രിങ്ക് കുടിക്കാനായിട്ട്. ഒരു 2-3 ഡ്രോപ്പ് ഈ പിസ്താൻ്റെ എസൻസ് ചേർത്തതിന് ശേഷം ഇത് നല്ല രീതിക്കൊന്ന് ഈ പാലോട്ടേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ആവശ്യമായിട്ടുള്ള എസൻസ് ചേർത്ത് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. അതായത് നമ്മൾ മിൽക്ക് മെയ്ഡാണ്, അത് ആവശ്യമായിട്ടുള്ള മധുരം അനുസരിച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഇതിലോട്ടേക്ക് ഒഴിക്കുക. മിൽക്ക് മെയ്ഡ് അല്ലാണ്ട് നിങ്ങൾക്ക് പഞ്ചസാരയോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ആക്കാം കേട്ടോ. എല്ലാം ഒരുപോലെ രുചിയാണ്. പക്ഷേ ആണെങ്കിലും മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്ത സമയത്ത് കുറച്ചും കൂടി ടേസ്റ്റ് കൂടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഇതിലോട്ടേക്ക് വെച്ചതിന് ശേഷം ഈ മിൽക്ക് മെയ്ഡ് ഈ പാലിലോട്ടേക്ക് നന്നായി യോജിച്ച് വരുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഈ പാലിലോട്ടേക്ക് ഈ മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കുതിരാൻ വേണ്ടി മാറ്റി വെച്ച കസ്കസും കൂടി ഇതിലോട്ടേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കസ്കസും കൂടി ഇതിലോട്ടേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ച 2 മീഡിയം സൈസ് ആപ്പിൾ ഉണ്ട് കേട്ടോ, അത് ഇതിലോട്ടേക്ക് ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ആപ്പിൾ അല്ലാണ്ട് പ്രൊമോഗ്രനേറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഇനി ഈ ഡ്രിങ്കിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു സാധനം നമുക്ക് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്താലോ. നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഒരു 5 ഈത്തപ്പഴം ഇല്ലേ, അത് ഇതിലോട്ടേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഡ്രിങ്ക് ഇങ്ങനെ അല്ലാണ്ട് ഈന്തപ്പഴം അരച്ച് ചേർക്കാണ്ടൊക്കെ കുടിക്കാൻ പറ്റും. പക്ഷേ ഈന്തപ്പഴത്തിൻ്റെ ഈ ഒരു അരച്ചത് ചേർത്ത് കുടിക്കാനായിട്ട് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തതിനേക്കാളും നമ്മളെ തൊണ്ട വറ്റിക്കഴിഞ്ഞാൽ നമ്മളെ തൊണ്ടയ്ക്ക് ഒരു റിഫ്രഷ്മെൻറ്റും അതുപോലെ വയറൊക്കെ നിറക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ് ഇത്. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റൊക്കെ വെച്ചിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നോമ്പ് സമയമൊക്കെ ഇങ്ങനെയുള്ള ഡ്രിങ്കൊന്നും തയ്യാറാക്കി നോക്കാണ്ട് ബത്തക്ക സർവത്തൊക്കെ മാത്രം കുടിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബത്തക്ക സർവത്തും ഒക്കെ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് അല്ലേ നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ കുടിക്കാൻ വേണ്ടി. അതുപോലെ ഇത് കുട്ടികളുടെ ആരോഗ്യത്തിന് നോക്കിയാലും വളരെ നല്ലതാണ്. നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ എണ്ണക്കടികളൊക്കെ പലഹാരങ്ങളൊക്കെ ഒഴിവാക്കി ഇങ്ങനെയുള്ള ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികളും നല്ല ഹെൽത്തിയായി ഇത് നല്ല രീതിക്ക് തന്നെ കുടിച്ചോളും. എല്ലാവർക്കും നല്ല രീതിക്ക് തന്നെ ഇഷ്ടമാവുകയും ചെയ്യും കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിന്ന് ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഇപ്പോൾ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള റമളാൻ ഫുഡ് സീരീസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.